അപ്പൊ ഈ ഒരു നമ്പർ നേരത്തെയും അവിടെ ഉണ്ട്. ഉം. എന്തുകൊണ്ട് നമ്മൾ കണ്ടില്ല? അതെ അല്ലേ? അതെ അതാണ് അവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. എന്തും ചോദിക്കൂ, നമുക്ക് ടാരോയിലൂടെ പ്രപഞ്ചം ഉത്തരം തരും. രണ്ടാമത് ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കുക, അത് ഒരു റീഡറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടാരറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ഒരു കണ്ണാടി പോലെ ആണെന്നും യൂസ് പറയാം. ചെയ്യാം, കണ്ണാടി പോലെ യൂസ് ചെയ്യാം, അതെ. സെൽഫ് റിഫ്ലക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. ഡിസിഷൻ എപ്പോഴും ഓർക്കുക, നമ്മൾ എന്ത് വിഷയങ്ങളെ ആശ്രയിച്ചാലും നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കേണ്ടത്. ഒരു നിഷ്ഠയായ ജീവിതം ഒരു ടാരറ്റ് കാർഡ് റീഡറിന് അനിവാര്യമാണ്. തത്വമസി, നീയും ഞാനും എല്ലാം ഒന്നാകുന്നു. ഈ ഒരു മെസ്സേജിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ കടക്കണം. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എഞ്ചിനീയറും ടാരറ്റ് കാർഡ് റീഡറും ആസ്ട്രോളജറുമായ ശില്പ നായരാണുള്ളത്. ശില്പ, നമസ്കാരം. ഏഞ്ചൽ നമ്പേഴ്സ്, ഈ കാർഡ് റീഡിങ്ങിൽ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടത്. ഈ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ ഇടയ്ക്കിടെ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രപഞ്ചം തരുന്ന ഒരു സന്ദേശമാണോ, അല്ലെങ്കിൽ ഒരു സൂചനയാണോ? എന്താണ് അതിനകത്ത് കാർഡിൽ പറയുന്നത്? ഈ കാർഡിൽ മാത്രമല്ല, കാർഡ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, ഏഞ്ചൽ നമ്പേഴ്സ് വേറൊരു മെത്തേഡാണ്. ആ ഏഞ്ചൽ നമ്പേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് ഈ പറയുന്ന കാർഡ്സിലൂടെ നോക്കാൻ പറ്റും. ജനറലി ഏഞ്ചൽ നമ്പേഴ്സ് എന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്പേഴ്സ്, 1111 അല്ലെങ്കിൽ 1212, 222, 333, 444, 4444, അങ്ങനെ പലതും. അപ്പൊ ഈ ഒരു നമ്പർ നേരത്തെയും അവിടെ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ കണ്ടില്ല? അല്ലേ? അതാണ് അവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഞാനിപ്പോൾ അത് കാണുന്നു, അത് റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നു. അത് നിങ്ങളുടെ ആത്മീയത ഉണരുന്ന സമയത്ത്, ആത്മീയത ഉണരുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ, മൈൻഡ്, ബോഡി ആൻഡ് സോൾ അലൈൻമെന്റിൽ വരുന്നു. കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ മെല്ലെ മെല്ലെ നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് കാലെടുത്ത് വെക്കാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്. ജനറലായിട്ട് ആൾക്കാർ കാണുന്നത് എപ്പോഴും 1111, 1212, 444, എലിസബത്ത് പറഞ്ഞതുപോലെ. ഇതൊക്കെ വളരെ ജനറലാണ്. ഇതിനൊക്കെ ഓരോന്നിനും നമുക്ക് ഓരോ കോഡുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാം, ഓരോ വ്യക്തികൾക്ക് വേണ്ടതുപോലെ എടുക്കാൻ പറ്റും. അതെ അതെ. അപ്പൊ ഇത് നമുക്ക് പ്രപഞ്ചം തരുന്ന ഒരു സൂചനയാണ്. നിങ്ങൾ റെഡി ആയി എന്നുള്ളത്. ടാരോയില് ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്തുകൊണ്ട് കാണുന്നു എന്ന് മാത്രമല്ല, എന്തും ചോദിക്കൂ, നമുക്ക് ടാരോയിലൂടെ പ്രപഞ്ചം ഉത്തരം തരും. അതൊരു മീഡിയം ആക്കി എടുത്താൽ മതി. നമ്മൾ പ്രശ്നം വെക്കില്ലേ ആസ്ട്രോളജിയിൽ, എന്ത് ചോദ്യവും എന്ത് പ്രശ്നവും നമ്മൾ ചോദിക്കുകയാണ്, എന്നിട്ട് ആസ്ട്രോളജിയിൽ പ്രശ്നം വെക്കുകയാണ്. നമുക്ക് അവിടെ ആ പ്രശ്നത്തിന്റെ മൂലകാരണം, അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പോലെ എന്തും നിങ്ങളെക്കുറിച്ച് അറിയണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ, നമ്മൾ ടാരോയിൽ അതുപോലെ കാർഡ്സ് എടുക്കുക, യൂണിവേഴ്സ് അതിന് തരും. അപ്പം അത് റീഡ് ചെയ്യാനുള്ള ഒരു ഒബ്വിയസ്ലി നമുക്ക് വേണ്ടത് എന്താണ്? കാർഡ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, അത് പഠിക്കുക, ഓരോ കാർഡിന്റെ മീനിങ് എന്താണെന്ന്, ഓരോ കാർഡിന്റെ ടെക്നോളജി പഠിക്കുക. രണ്ടാമത് ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കുക, അത് ഒരു റീഡറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ നമുക്ക് ഏത് ചോദ്യത്തിനും മറുപടി എടുക്കാം. ഇപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടാരറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ഒരു കണ്ണാടി പോലെ യൂസ് ചെയ്യാം, കണ്ണാടി പോലെ യൂസ് ചെയ്യാം, സെൽഫ് റിഫ്ലക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. അതെ, അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. അതെ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്, ടാരറ്റ് കാർഡ് യൂസ് ചെയ്യാൻ നമ്മുടെ വിവാഹ കാര്യങ്ങളിൽ, നമ്മളൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു കാർഡ് റീഡറിന് ആ ഒരു വ്യക്തിനെ സഹായിക്കാൻ പറ്റില്ലേ? സഹായിക്കാൻ പറ്റും. അവിടെ ഡിസിഷൻസ് എപ്പോഴും ഓർക്കുക നമ്മളാണ് എടുക്കേണ്ടത്. ഈ ഡിസിഷൻസ് എടുക്കാനുള്ള ഇൻഫർമേഷൻസ് തരാൻ ടാരോ കാർഡ്സിന് പറ്റും.
അതായത് എന്നെ പോലെയുള്ള ഒരു റീഡറിന് തരാൻ പറ്റും. തരാൻ പറ്റും. വിവാഹ കാര്യത്തിൽ ആ വ്യക്തിയുമായിട്ടുള്ള എനർജി നിങ്ങൾക്ക് എങ്ങനെ മാച്ച് ചെയ്യുന്നു, ഉം. എന്തൊക്കെയാണ് ഇതിന്റെ മുന്നോട്ടുണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ്, അത് ഗുഡ് ഓർ ബാഡ് ഇത് ഉം, ഉം. വരാൻ പോകുന്നത്. ഉവ്വ്. അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ്. പിന്നെ ഡിസിഷൻ എപ്പോഴും ഓർക്കുക, നമ്മൾ എന്ത് വിഷയങ്ങളെ ആശ്രയിച്ചാലും നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കേണ്ടത്. ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അനവധി നിരവധി മാർഗങ്ങളിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ ഹയർ സെൽഫ് തരുന്നത് പോലെ, നമ്മുടെ സോള് തരുന്ന പോലെ മെസ്സേജ് തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അസ്ട്രോളജിയും ടാരോ കുറച്ചും കൂടെ പറയാം നമുക്ക്. അങ്ങനെ കാര്യം ആൾക്കാർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇപ്പോൾ കൂടുതലും മനസ്സിലാകുന്ന ഭാഷയിൽ ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ അതെ. അപ്പോൾ ഓരോ കാർഡും ഓരോ മീനിങ് ആണ്, ഓരോ ഓരോ സന്ദേശങ്ങളാണ് തരുന്നത്. അതെ. അപ്പോൾ ഈ ഓരോ കാർഡും ഇപ്പം നമ്മൾ കാണാറുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതായിട്ടാണ്. അതിനകത്ത് വേറെ ഒരു മീഡിയോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും ഇല്ല. അപ്പോൾ അത് ഒരു കാർഡ് റീഡറെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഉപാസനയാണോ അത് സഹായിക്കുന്നത്? അതെ അതെ. ഉപാസന എന്ന് പറയുമ്പോൾ അയാളുടെ ഫോക്കസും കോൺസെൻട്രേഷനും അയാളുടെ ഹയർ സെൽഫുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ടെക്നിക്കാണ് അല്ലേ. മെഡിറ്റേഷൻ അതൊക്കെ തന്നെയാണ്. ഒരു നിഷ്ഠയായ ജീവിതം ഒരു ടാരോ കാർഡ് റീഡറിന് അനിവാര്യമാണ്. അതില്ലാതെ നമുക്ക് നമ്മളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പം ഇൻറ്റ്യൂഷൻ എങ്ങനെയാണ് പറയുന്നത്, 6ാം ഇന്ദ്രിയം എന്നാ പറയുന്നത്. ഈ 6ാം ഇന്ദ്രിയം എന്താണ്? ഈ 6th സെൻസ് എന്താണ്? നമ്മുടെ മനസ്സാണ്. അതെ, നമ്മളുടെ ആത്മാവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഭാഷയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതെ, നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന മറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ. അതെ. അപ്പൊ എല്ലാം എവിടെയുണ്ട്? നമ്മളിലുണ്ട്. തത്വമസി, നീയും ഞാനും എല്ലാം ഒന്നാകുന്നു. അപ്പോ ഈ ഒരു മെസ്സേജിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ കടക്കണം. മാസ്റ്ററി ഓഫ് 5 സെൻസസ്. എന്നിട്ട് എങ്ങോട്ടേക്ക് പോകും? നമ്മള് 6ാം ഇന്ദ്രിയത്തിലേക്ക് പോകും. അപ്പൊ ഇത് എളുപ്പമാണോ? എളുപ്പമല്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഡിസ്ട്രാക്ഷൻസിൽ നിന്നും നമ്മൾ കട്ട് ചെയ്യണം നമ്മളെ തന്നെ. അങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്ന ഒരാൾക്ക് അവനവന്റെ കാര്യങ്ങളും മറ്റൊരാളുടെ എനർജിയും റീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റീഡിങ്, അതെ, ഇത് നമുക്ക് അത് എത്രത്തോളം ഈ കാർഡിൽ സാധ്യമാണ്? അതും പോസിബിൾ ആണ് എല്ലാ രീതിക്കും. എത്രത്തോളം മറ്റു വിഷയങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ്, എന്ത് പ്രാരാബ്ധ കർമ്മമാണ്, എന്ത് സഞ്ചിത കർമ്മമാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അതിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള കർമ്മങ്ങള്, പ്രാരാബ്ധ കർമ്മങ്ങള് എന്താണ്. നമ്മൾ ഈ കർമ്മ വർക്ക് ചെയ്യുന്നത് പല ഡയമെൻഷനിലാണ്. അതായത് പാസ്റ്റ് എന്ന് വന്നിരിക്കുന്ന കർമ്മകളുണ്ട്, നമ്മൾ അനുഭവിച്ചേ തീരൂ എന്നുള്ളത്. അതിൽ ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ 100 കർമ്മങ്ങൾ നിങ്ങൾ പാസ്റ്റ് നിന്ന് കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കുക ഒരു ന്യൂമറിക്കൽ ടേമിൽ. അതിലിപ്പം ആക്ടിവേറ്റ് ആയിട്ടുള്ളത് താങ്കൾക്ക് 5 കർമ്മയാണ്. അത് താങ്കളുടെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാരാബ്ധ കർമ്മമാണ്. ഇനി ഒന്നുണ്ട്, ഇനി അനുഭവിക്കാൻ ഇപ്പം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കർമ്മങ്ങൾ, പുതിയതായിട്ട് രൂപീകരിക്കുന്ന കർമ്മങ്ങൾ, അതിനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ എത്ര തലത്തിലായി അല്ലെ? പാസ്റ്റില്, പ്രസന്റില്, ഫ്യൂച്ചറിൽ നമ്മൾ കർമ്മയായി. അപ്പൊ അതിൽ പാസ്റ്റിലെ കർമ്മങ്ങൾ എന്താണെന്ന് അറിയാൻ ഈ കാർഡ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രശ്നം അത് ഈ കാർഡിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ ഒരു കാർഡ് റീഡർക്ക് കൊടുക്കാൻ പറ്റുക? അത് സൊല്യൂഷൻ എപ്പോഴും ജനറൽ അല്ലല്ലോ. സൊല്യൂഷൻ എന്ത് വിഷയമാണ് അവർക്കുള്ളത് എന്നനുസരിച്ചിട്ട് അതിന്റെ രീതിക്ക് അത് ഓരോരുത്തർക്കും പലതല്ലേ. ഒരാളുടെ സഞ്ചിത കർമ്മം അല്ലല്ലോ മറ്റൊരാളുടെ സഞ്ചിത കർമ്മം. കർമ്മ എന്താണ്? അടിസ്ഥാനപരമായി ഒരു ലെസൺ പഠിപ്പിക്കാനാണ് അല്ലെ. ആ ലെസൺ ഇപ്പൊ എലിസബത്ത് പഠിക്കേണ്ട ലെസൺ അല്ല വേറൊരാൾ പഠിക്കേണ്ടത്, വേറെ ഞാൻ പഠിക്കേണ്ടത് അല്ലെ. അപ്പോൾ ഒരു കാർഡിലൂടെ എലിസബത്തിനുള്ള ഗൈഡൻസ് അല്ല ഇപ്പം എനിക്ക് കിട്ടുന്ന ഗൈഡൻസ്, അത് വ്യത്യസ്തമായിരിക്കും. അത് ചെയ്ത കർമ്മങ്ങളും അതിന്റെ റിസൾട്ടും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആണ് ഗൈഡൻസ് വരുന്നത്.